നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയുടെ ഇതിഹാസമായ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 52ാമത് ടൂർണമെന്റിന് ഈ മാസം 20-ന് തിരിതെളിയും. 24ഓളം പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായി അണ്ടർ 20 ഫുട്ബോൾ, വെറ്ററൻസ് ഫുട്ബോൾ എന്നിവയും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിൽ ഖാദർ അലി ക്ലബിലൂടെ പെരിന്തൽമണ്ണയുടെ അഭിമാനം വാനേറ്റിയ 52ാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡിസംബർ 20-ന് തുടക്കമാകും. 24 പ്രമുഖ ടീമുകളാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നും 10,000 പേർക്ക് ഇരുന്ന് മത്സരം വീക്ഷിക്കാനുള്ള സ്റ്റീൽ ഗ്യാലറിയുടെ നിർമ്മാണം ആരംഭിച്ചുവെന്നും ടൂർണമെന്റിന്റെ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏത് ടൂർണമെന്റിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ ടൂർണമെൻറ്റ് 52 ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 52 ടൂർണമെൻറ്റിൻ്റെയും അതിൻ്റെ ലാഭം പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ സേവന ഫുട്ബോൾ രംഗത്താണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വർഷം മാത്രമല്ല, 52 ടൂർണമെൻറ്റുകളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഈ 52 ടൂർണമെൻറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പെരിന്തൽമണ്ണയിലെ ഒട്ടുമിക്ക ഓഫീസുകൾക്ക് വേണ്ടി, ആശുപത്രിക്ക് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഒരു ക്ലബിനും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചരിത്രം തന്നെയാണ് ഖാദർ അലി ക്ലബിന് ഉള്ളത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി MLA നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ P. ഷാജി അധ്യക്ഷനാകും. ഏറ്റവും മികച്ച സംഘാടനം കൊണ്ട് സംസ്ഥാനത്തു തന്നെ ശ്രദ്ധേയമായ ഫുട്ബോൾ ടൂർണമെന്റാണ് ഖാദർ അലി ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് നഗരസഭാ അധ്യക്ഷനും ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാനുമായ P. ഷാജി പറഞ്ഞു. സെവൻസ് ഫുട്ബോളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് വീക്ഷിക്കാൻ വേണ്ടി മുമ്പില്ലാത്ത വിധം വനിതകൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതിനെ വെൽക്കം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഈ ടൂർണമെൻറ്റ് മുതൽ ഒരു പ്രത്യേക ഏർപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടാവും അത് വനിതകൾക്ക്, അതേപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടൊക്കെ സൗജന്യമായിട്ടാണ് പ്രവേശനം. 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വനിതകൾ, അംഗവൈകല്യമുള്ളവർ, 10 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് സൗജന്യമായി കളി കാണുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ട്. ഇതേ ദിവസങ്ങളിൽ തന്നെ അണ്ടർ 20 ഫുട്ബോൾ ടൂർണമെന്റ്, വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവയും നടക്കും. ഡിസംബർ 20-ന് 4 മണിക്ക് ആയിഷ ജംഗ്ഷനിൽ നിന്നും നഗരം ചുറ്റി നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വിളംബര ഘോഷയാത്രയുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് C. മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, H. മുഹമ്മദ് ഖാൻ, മണ്ണേങ്ങൽ അസീസ്, യൂസഫ് രാമപുരം എന്നിവർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ഡിസംബർ 26 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.